ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപാണ് നാരീശക്തി വന്ദൻ അധിനിയം വനിതാ സംവരണ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികൾ 10% താഴെ മാത്രമാണ്. 8337 സ്ഥാനാർത്ഥികളിൽ 797 പേർ മാത്രമാണ് വനിതാ സ്ഥാനാർത്ഥികൾ. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9.5% വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം. ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ വനിതാ സംവരണ ബിൽ പാസ്സായതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഓരോ ഘട്ടത്തിലും എത്ര വനിതാ സ്ഥാനാർത്ഥികളുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കൗതുകമുള്ള കണക്കാണ്. ഒന്നാം ഘട്ടം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അതിൽ 1618 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. 135 വനിതകൾ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് തങ്ങളുടെ വിധി അറിയുന്നതിനായി മത്സരാർത്ഥികളായി എത്തി. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 1198 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ 100 വനിതകൾ. മൂന്നാം ഘട്ടത്തിൽ 1352 സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അതിൽ വനിതകളുടെ എണ്ണം 123 ആണ്. നാലാം ഘട്ടത്തിൽ 1717 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ വനിതകളുടെ എണ്ണം കുറച്ചുകൂടി കൂടി 170 വനിതകൾ. അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ എണ്ണം 695 ആണ്. വനിതകളുടെ എണ്ണം 100-ന് താഴേക്ക് വരുന്നു, 82-ൽ നിൽക്കുന്നു. ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാൻ പോകുന്ന വോട്ടെടുപ്പിൽ 869 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ 92 വനിതകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം ജൂൺ 1-ാം തീയതി നടക്കാൻ പോകുന്ന ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി 904 പേർ മത്സരരംഗത്തുണ്ട്. അതിൽ 95 വനിതകളാണ് സ്ഥാനാർത്ഥികളായി വരുന്നത്. ഇന്ത്യയിലെ 96.8 കോടി വോട്ടർമാരിൽ 47.1 കോടി വനിതാ വോട്ടർമാരുണ്ട്. അതായത് പകുതിയോളം വോട്ടർമാർ വനിതകളാണ്. അപ്പോഴാണ് സ്ഥാനാർത്ഥികളായ വനിതകളുടെ എണ്ണത്തിലെ ഈ കുറവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രാഷ്ട്രീയത്തിലെ വനിതാ സ്ഥാനാർത്ഥികളുടെ കുറവിൽ ഇനി മറുപടി പറയേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുമാണ്. അവരുടെ ശ്രദ്ധയിലേക്ക് ഈ കണക്ക് വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്.